നമസ്കാരം, ഞാൻ PC ജെയിംസ്, നിർമ്മല കോളേജ്, കുറുവലങ്ങാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ സിമ്പിളിൻ്റെ തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്കാണ് പോവുക. അത് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം എന്നാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് അഥവാ പെർമനൻ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായി, ഈ യൂണിവേഴ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളോ പൊതുവസ്തുതകളോ ആണ്. അതായത് ലോകത്തിൽ നിലനിൽക്കുന്ന ചില പൊതുവസ്തുതകൾ, ജനറൽ ഫാക്ട്സ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ പെർമനൻ്റ് ട്രൂത്ത് അഥവാ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുക. ഇത് സിമ്പിൾ പ്രസൻറ്റിലേ പറയാൻ പറ്റൂ. ഇതിന് മുമ്പ് കണ്ട ഹാബിച്വൽ ആക്ഷനിൽ കണ്ട കാര്യങ്ങൾ അത് സിമ്പിൾ പ്രസൻറ്റിലേ പറയാൻ പറ്റൂ. അതല്ലാണ്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവ്യത്യാസം വരും, അത് പാടില്ല. അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പോൾ എക്സാമ്പിൾ 1, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസമല്ല, അതൊരു ശാശ്വത സത്യമാണ്. അതിനൊരിക്കലും മാറ്റമില്ല. സൂര്യൻ കിഴക്കുദിക്കുന്നു. 2, ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും വൃത്തരൂപത്തിൽ സഞ്ചരിക്കുന്നു. അതാണ് നമ്മൾ ശുദ്ധമായി കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വൃത്തരൂപത്തിൽ, അത് മറ്റൊരു ടെൻസിൽ പറയാൻ പറ്റില്ല. കണ്ടിന്യൂസിലോ മറ്റൊന്നിലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആ സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയാം, പക്ഷേ അത് അർത്ഥവ്യത്യാസം വരും, അത് തെറ്റാണ്. ഇവിടെയാണ് ടെൻസിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുക. ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. 3, മാൻ ഈസ് മോർട്ടൽ. മനുഷ്യൻ നശ്വരനാണ്. ആ മനുഷ്യൻ നശ്വരനാണ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു പെർമനൻ്റ് ട്രൂത്താണ്, അതൊരു ശാശ്വത സത്യമാണ്, അതൊരു ജനറൽ ഫാക്റ്റാണ്. അത്തരം കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ പറയാൻ പറ്റൂ. 4, ഹീറ്റ് എക്സ്പാൻസ് ബോഡീസ്. ചൂട് ഏത് സാധനത്തെയും വികസിപ്പിക്കും. ഹീറ്റ് എക്സ്പാൻസ് ബോഡീസ്. ഇത് ഒരു ലോക നിയമമാണ്, അത് മാറില്ല. അതുപോലെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ അത്രയും ചൂടാകുമ്പോൾ അത് തിളയ്ക്കും. അതൊരു ജനറൽ ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പെർമനൻ്റായ, ശാശ്വതമായ, സ്ഥിരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായ ചില വസ്തുതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. 2, ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. 3, മാൻ ഈസ് മോർട്ടൽ. 4, ഹീറ്റ് എക്സ്പാൻസ് ബോഡീസ്. 5, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ പറഞ്ഞപ്പോൾ 5 എക്സാമ്പിൾസ് കൊടുത്തു. ഇവിടെയും നമ്മൾ 5 എക്സാമ്പിൾ കൊടുത്തു. ഇനി ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് മറ്റ് സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോയാൽ നിരവധി എക്സാമ്പിൾസിലൂടെ ഇത് മനസ്സിലാവും. ഇത് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം 9 സന്ദർഭം പറഞ്ഞു, ഇപ്പോൾ 2 ആയുള്ളൂ. ഇനി സിമ്പിളിൽ തന്നെ കിടക്കുകയാണ് 7. അപ്പോൾ അതുകൊണ്ട് ഇത് വരും ക്ലാസ്സുകളിലും മറ്റ് സന്ദർഭങ്ങളിലും നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതും ഉദ്ദേശിക്കുന്നതും നിങ്ങളെ ഇംഗ്ലീഷിൽ എങ്ങനെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിലാക്കാൻ, അതിന് മാത്രമുള്ള ശേഷിയിലേക്ക് കൊണ്ടുവരാനാണ്. അതിന് മറ്റ് നിരവധി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രം വലിച്ച് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.